Once again, we welcome all of you to No Marks Muttatte Mulla. Socks flowers. ഇതൊരു പുതിയ കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ. സോക്സ് കൊണ്ട് പൂ ഉണ്ടാക്കാം. കൊച്ചുകുട്ടികൾ വരെ ഉണ്ടാക്കുന്ന സംഗതിയാ. ഇതിപ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സോക്സ് വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ക്രിസ്റ്റലിലൊക്കെ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. സോക്സ് വെച്ച് ഫ്ലവേഴ്സ് മാത്രമല്ല, വേറെ ബാംഗിൾസിലൊക്കെ സോക്സ് ചുറ്റിയിട്ട് ക്രിസ്റ്റൽ മുക്കി ഭംഗിയാക്കാം. അങ്ങനെ കുറച്ച് ഐറ്റംസ് കാണാം. ഇപ്പൊ നമ്മൾ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ നമുക്കിന്നൊരു ക്രിസ്റ്റൽ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇപ്പൊ ക്രിസ്റ്റൽ ഫ്ലവർ ഉണ്ടാക്കുന്നത് നമ്മൾ സോക്സിന്റെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ ഫ്ലവർ ആക്കുന്നത്. അപ്പൊ സോക്സിന്റെ അത് ഒരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പൊ സോക്സിന്റെ നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് തന്നെ ചോദിച്ച് വാങ്ങിക്കണം. ഇത് ഷെയ്ഡ് ഉള്ളതും കിട്ടും, ഷെയ്ഡ് ഇല്ലാത്തതും കിട്ടും. അപ്പൊ അതിൽ 5 പീസ് ഉണ്ടാവും നമുക്ക് ഈ ഒരു പാക്കറ്റിൽ. അതിൽ നിന്ന് ഒരു പീസാണിത്. അപ്പൊ ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. അപ്പൊ നമ്മളതിനെ ഇങ്ങനെ ചുരുട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇത് സോക്സിന്റെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിയാണിത്. ഇത് സിൽവർ, ഗോൾഡ്, ഗ്രീൻ, റെഡ് അങ്ങനെ പല കളറിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ തുണിക്ക് മാച്ച് ചെയ്യുന്ന കളർ അനുസരിച്ച് അങ്ങനെ വാങ്ങിക്കുക. അതല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ മതി നമുക്ക്, അത് ഉപയോഗിക്കാം. അത് രണ്ടും വാങ്ങിച്ചു വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് അളവ് മുറിച്ചെടുക്കണം. ഒരു പെറ്റൽ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഇത് കമ്പി നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് എല്ലാ പെറ്റലും ഒരേ വലുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പെയിന്റിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിൽ എന്തെങ്കിലും എടുത്തിട്ട് അതിന് വെച്ച് വളച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാത്തിനും ഒരേ അളവ് കിട്ടും. അല്ലെങ്കിൽ പെറ്റലൊക്കെ പല അളവിലായി പോകും. എന്നിട്ട് ഇങ്ങനെ വളച്ചെടുത്ത് ഇപ്പൊ സാധാരണ ഒരു നമുക്ക് പെറ്റലിന്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് മാറ്റാം. ഇപ്പൊ പെറ്റൽ വേണമെങ്കിൽ ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ അതിനൊന്ന് പതുക്കെ ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഷേപ്പിലെടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും കമ്പികൾ വളച്ചിടുക. ഇപ്പോൾ ഒരു ഫ്ലവറിന് ഇത് 3 പെറ്റലായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. 6 എണ്ണാണെങ്കിൽ 3 എണ്ണം ഒരേ വലുപ്പത്തിൽ, അത് കഴിഞ്ഞ് 3 എണ്ണം കുറച്ചും കൂടെ ചെറുതായിട്ട് അങ്ങനെ എടുത്തും ചെയ്യാം. ഇതൊക്കെ പിന്നെ നമ്മളുടെ ഇഷ്ടം പോലെയാണ്. നമുക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പെറ്റൽസിന്റെ ഷേപ്പുകൾ മാറ്റി പെറ്റൽസിന്റെ എണ്ണം കൂട്ടി അങ്ങനെയൊക്കെ എടുക്കാം. ഈ സോക്സിന്റെ തുണി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ വലിച്ചെടുക്കണം. ഇങ്ങനെ വലിച്ചു വെക്കുക. ഇങ്ങനെ വലിച്ചു വെക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കീറിപ്പോരും. അപ്പൊ അതുകൊണ്ട് വലിച്ച് നമുക്ക് ആ പെറ്റല് കണ്ട പെറ്റലിന്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പെറ്റൽ കഴിയുമ്പോൾ പിന്നെ അതിനെ വലിക്കരുത് നമ്മൾ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കീറി ഇങ്ങോട്ട് പോരും. എന്നിട്ട് നൂലെടുത്ത് നമ്മളതിനെ ഇവിടെ കെട്ടുക. ഇത് കെട്ടുമ്പോൾ നന്നായിട്ട് മുറുക്കി കെട്ടണം, ഇല്ലെങ്കിൽ അഴിഞ്ഞു പോകും. 2 or 3 കെട്ടുപോലെ ഇട്ട് കൊടുക്കുക. ഇതിന് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. സോക്സിന്റെ ആ തുണിയുടെ ബാക്കിയുള്ള ഭാഗമാണത്. നമ്മൾക്ക് ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് ആവശ്യത്തിന് പെറ്റൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ആവശ്യത്തിന് പെറ്റൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞ് ഞാൻ അവിടെ കുറച്ച് പെറ്റൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ ഇതിന്റെ ഫ്ലവർ മേക്കിംഗ് സാധാരണ കമ്പിയാണ്. അതെടുത്തിട്ട് ഫ്ലവറിന് എന്തോരം ലെങ്ത് ആവശ്യമുണ്ടോ അതാണ് അതിന്റെ കണക്ക്. ആ അളവിലെടുത്തു കഴിഞ്ഞ് അപ്പൊ ആദ്യം നമുക്ക് 1-2 എണ്ണം ഈ കമ്പി കൊണ്ട് തന്നെ ചുറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ചെറിയ അളവിലുള്ള 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 2 കൂടി കണ്ടു. ഇപ്പൊ ഇതിന്റെ നടുക്ക് ഞാനിപ്പോ ഇതിന് പിപ്സ് ഒന്നും വെക്കുന്നില്ല. ഇപ്പൊ ഇതിന്റെ നടുക്ക് പിപ്സ് വെച്ചിട്ട് വേണമെങ്കിൽ 3 പെറ്റല് അങ്ങനെ വെച്ചുണ്ടാക്കിയാലും മതി. ഇപ്പൊ ക്രിസ്റ്റൽ ഫ്ലവേഴ്സ് ആക്കാനുള്ളതുകൊണ്ട് ഞാൻ പിപ്സ് വെക്കുന്നില്ല. 3 എണ്ണം അടുത്തതും കൂടി ഞാൻ വെറുതെ കമ്പി ഇട്ടിട്ട് അതിന് ചുറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലവർ മേക്കിങ്ങിന്റെ സാധാരണ കമ്പി എടുത്ത് അതിനൊന്നും കൂടെ മുറുക്കി അങ്ങോട്ട് കെട്ടി. എന്നിട്ട് നമ്മൾ ഈ പെറ്റലിനൊന്ന് നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ നടുക്ക് നമുക്ക് ഇതിന് പിപ്സിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഇപ്പൊ കഴിഞ്ഞത് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി വലിയ പെറ്റലെടുത്തു. അപ്പൊ ആ സാധാരണ കമ്പി മുകളിലേക്ക് ഒന്ന് മാറ്റിയിട്ടേക്കാം. മറ്റേ കമ്പി വെച്ചിട്ട് തന്നെ പതുക്കെ ഒന്ന് ചുറ്റിക്കുക. ഇതിപ്പോ ഫ്ലവറിന്റെ അത് പെറ്റലിന്റെ അത് വെച്ചിട്ട് ചുറ്റിയിട്ടുണ്ട്. ഫ്ലവർ സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ നമ്മൾ ആ ഗ്യാപ്പ് നോക്കി ബാക്കിയുള്ള സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്യാം. അത് പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. നേരത്തെ നമ്മുടെ സാധാരണ കമ്പി മുകളിലേക്ക് വെച്ചിട്ടില്ലേ, അതിനെടുത്തും കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പൊ നമുക്കതൊന്ന് ആദ്യം അത് കെട്ടിയിട്ട് പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുറുക്കിയാൽ മതി. നന്നായിട്ട് മുറുക്കിയെടുക്കുക. അപ്പൊ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത്രയും സോക്സിന്റെ ഫ്ലവേഴ്സ് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഫ്ലവർ ടൈപ്പ് ഇതിന് ചുറ്റുന്നില്ല. ഫ്ലവർ ടൈപ്പ് നമ്മൾ ഇതിന്റെ ക്രിസ്റ്റൽ ഫ്ലവേഴ്സ് ആക്കി കഴിഞ്ഞിട്ട് ഫ്ലവർ ടൈപ്പ് ചുറ്റുന്നുള്ളൂ.
ഇപ്പൊ നമുക്ക് ആലം വാങ്ങിക്കാൻ കിട്ടും. ആലം എന്ന് പറയുന്ന സാധനമാണിത്. ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ആലമാണിത്. ഈ ആലം നമ്മൾ 1 കിലോയെങ്കിലും എടുത്തിട്ട് നമ്മൾക്ക് ഈ ഫ്ലവേഴ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് പോട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുങ്ങുന്ന വിധത്തിൽ വെള്ളം എടുക്കണം. നമ്മളൊരു പാത്രത്തിൽ, ആ പാത്രത്തിൽ വെള്ളം എടുത്ത് ഈ ആലിട്ടിട്ട് ഈ ആല നമ്മളെ വെള്ളത്തിലോട്ട് ഇട്ട് നന്നായിട്ട് അത് ആല അലിയും. അതിലോട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യും, ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് 1 കിലോ ആലിട്ട് ഇതിനകത്ത് വെള്ളത്തിലിട്ട് അലിയിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഫി ക്രിസ്റ്റൽ എന്ന് പറയും. ഇതാണ് പഫി ക്രിസ്റ്റൽ. ഈ പഫി ക്രിസ്റ്റൽ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഇടും. ഇത് പ്യൂരിഫയർ ആണ്. ആലത്തിൽ അഴുക്കുണ്ടാവും, അപ്പം നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ളതാണ്. ഒരു പിഞ്ച് മതി. ഇതുപോലെ എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. അതേ ആവശ്യമുള്ളൂ നമുക്ക്. പിന്നെ നമ്മളത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അരിച്ചെടുക്കും. ഒരു സാധാരണ അരിപ്പയിൽ അരിച്ചങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ വെള്ളം അത് ആലിട്ട് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവർ എടുത്ത് ചൂടോടുകൂടി തന്നെ, ചെറിയ ചൂടേ കാണുള്ളൂ, നമ്മൾ തിളപ്പിക്കുന്നില്ല. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ഇടും. ഈ വെള്ളത്തിലോട്ട് ഇടും. ആ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ അതിനൊന്ന് ഇളക്കി കൊടുക്കും. അത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ക്രിസ്റ്റലെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടി കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അവിടെ അപ്പോൾ 1 മണിക്കൂർ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ടാവും. ഞാൻ റെഡി ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണിച്ചു തരാം. ഇപ്പോൾ ക്രിസ്റ്റൽ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 3-4 ഫ്ലവേഴ്സും ഉണ്ടാക്കി. പിന്നെ നമുക്ക് ബഡായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം ഇത് വെറുതെ ആ സോക്സിൻ്റെ തുണി എടുത്തിട്ട് കോട്ടൺ ഉള്ളിൽ വെച്ച് വെറുതെ ചുരുട്ടിയെടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ബഡ്സ് ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ലീഫ് തന്നെ എടുത്തിട്ട് അതിന് നമുക്ക് തന്നെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ വരാൻ നേരം നമുക്ക് തന്നെ അറേഞ്ച് ചെയ്താൽ ഗ്രീൻ ലീഫിന്റെ കൂടെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അതിന്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഇത് വെച്ച് നമുക്ക് ക്രിസ്റ്റൽ പോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ക്രിസ്റ്റൽ പോട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചാലും മതി. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ ക്രിസ്റ്റൽ പോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഫ്ലവർ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ പോട്ടിലോട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ക്രിസ്റ്റൽ പോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇതിന് സോക്സിന്റെ ഫ്ലവർ വുളൻ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുളൻ നൂല് ചുറ്റി നമ്മൾ പോട്ട് റെഡിയാക്കുന്നത്. അത് പോട്ടിൽ നമുക്ക് പല കളറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ കളർ നൂലെടുക്കുന്ന കളറിൻ്റെയാണ് പോട്ട് റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ട്. നമുക്ക് ആലം കിട്ടുന്നുണ്ട്, വാങ്ങിക്കാൻ കിട്ടുന്നത് എല്ലാ സാധനം കിട്ടുന്നുണ്ട്. പഫി ക്രിസ്റ്റൽ കിട്ടുന്നുണ്ട്, പ്യൂരിഫയറും ആലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.